ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നല്ല കളർഫുള്ളായിട്ടുള്ള താറാവുകൾ, കുട്ടനാടൻ താറാവുകൾ തന്നെയാണ്. അതിൽ നല്ല മിക്സ്ഡ് കളറുകളുണ്ട്. ഇവയെ ബ്രീഡ് ചെയ്തുകൊണ്ടുള്ള കുഞ്ഞുങ്ങളാണ്. അതിലിപ്പോൾ അത് കണ്ട ചെമ്പൻ കളറ്, ചാര കളറ്, എല്ലാ ടൈപ്പിലുള്ള താറാവുകളുണ്ട്. അപ്പോൾ ഇവയെ നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് താറാവുകൾക്ക് നിർബന്ധമായിട്ടും വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ വെള്ളം ഇല്ലാത്ത ആളുകൾ എങ്ങനെ വളർത്താം? നമുക്ക് റെഡിമെയ്ഡായിട്ട് ചെറിയ ചില പോണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ എപ്പോഴും ശുദ്ധജലമായിരിക്കണത്. നമ്മൾ കലങ്ങി കിടക്കുന്ന രീതിയിൽ, ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ താറാവുകൾ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാവും. ചില സമയത്ത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ അവർ മുട്ട ഉൽപ്പാദനം ഉണ്ടായിരിക്കില്ല, മുട്ട കുറയും. ഈ അഴുക്ക് വെള്ളം കുടിക്കുന്നതും പിന്നെ കുളിക്കുന്ന രീതിയിലായിട്ടുള്ള ചെറിയ പനികളൊക്കെ വരുന്നത് കൊണ്ടാണ് അവർക്ക് ആ അസുഖം വരുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ മുട്ട ഇടാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ നമ്മൾ ചെറിയ ബേസിനുകൾ കണ്ടില്ല, അതുപോലത്തെ ബേസിനുകളൊക്കെ ചെറിയ അത് അവർ കുടിച്ച് മാറ്റി വെച്ചുകൊണ്ടാണ്. ഈ ബേസിനുകളിലൊക്കെ നമുക്ക് താറാവുകൾക്ക് വെള്ളം കൊടുക്കാം. ഇത്തരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവയെ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് നായ ഒന്നും പിടിക്കാത്ത രീതിയിൽ ചുമർക്കെട്ടിൽ കണ്ടില്ല, ഗ്രീൻ നെറ്റ് അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ കുറഞ്ഞ സ്റ്റോക്കേ ഇവിടെ കെടുപ്പുള്ളത്, ഒക്കെ വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ്. അപ്പം തന്നെ നമ്മൾ കോഴികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ സോനാലി പൂവൻ കോഴിയുടെ കുഞ്ഞുങ്ങളുണ്ട്, പുള്ളിക്കോഴികളുണ്ട്. താറാവുകൾ നമ്മൾ വിൽപ്പനയ്ക്കുള്ളതാണ്. ഏകദേശം 3 മാസം പ്രായം എത്തിയിട്ടുള്ളതാണ്. ഒരു 2.5 മാസം കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദനത്തിനാവും. 3 മാസത്തിനിപ്പോൾ കളർഫുൾ താറാവ് ഏകദേശം പീസ് റേറ്റ് 300 രൂപ റേഞ്ച് വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 280 10 എണ്ണം എടുക്കുമ്പോൾ 2600 രൂപ റേറ്റ്. 50 എണ്ണം അതിൻ്റെ മുകളിലേക്കൊക്കെ നോർമൽ എല്ലാ താറാവുകൾക്കുമാണ് റേറ്റ്. 10 എണ്ണം അതിൻ്റെ മുകളിലേക്ക് 2600. 50 എണ്ണം മുകളിലേക്ക് വരികയാണെങ്കിൽ 240 പ്ലസ് ഡെലിവറി ചാർജ് വരും. നേരിട്ട് ഫാമിൽ വന്ന് നിങ്ങൾക്ക് കൈപ്പറ്റാൻ ആർക്കും വേണമെങ്കിലും. ഈ കളർഫുള്ളായിട്ട് വരുന്നത് കുറഞ്ഞ താറാവുള്ളൂ. ഇപ്പോൾ കുറേ ആളുകളിപ്പോൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട്, അത് കുറച്ചെണ്ണം കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ ഓർഡർ നമ്മളോട് ചോദിച്ചവരുണ്ടെങ്കിൽ, എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് നമ്മളെ ഈ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ വിളിക്കാം. താറാവ് പ്ലസ് നമ്മൾ മിക്സഡായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ചെടികളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യണത്. വേണ്ട, കോഴികൾ ചിക്കി തിന്നുന്നതാണ്. ഇതിലെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോഴികൾക്ക് ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞത് കോഴിക്കാഷ്ടം പ്ലസ് ചകിരിച്ചോറൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. അതിൽ നല്ല പുഴുക്കളെ കിട്ടും ഇവർക്ക്. പുഴുക്കളെ കിട്ടുന്നതുകൊണ്ട് നല്ല ഭംഗിയുമാണ് കോഴികളെ കാണാൻ. നമുക്കിത് നല്ലൊരു രീതിയിലുള്ള വളമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ചിക്കനിക്കോഴികൾ കൂട്ടിലുണ്ട്, അതും സെയിലിനുള്ളത് തന്നെയാണ്. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. ജോഡി 550 റീജിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ നടപ്പുണ്ടായിരുന്നത് കാണാനില്ല. എല്ലാവരും കൂടി ഇവിടെ നിന്ന് മണ്ണിൽ കിടന്ന് കുളിക്കുകയാണ്. കാണുന്നില്ലായിരിക്കും, കാണുന്നില്ല. പൂവൻ കോഴികളെ നമ്മൾ കേജിലിട്ടിക്കാണ് തല്ലുവിടുന്നതുകൊണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താറാവിനെ വളർത്തുന്ന രീതിയും അതിൻ്റെ മെഡിസിനും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്.
ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താറാവ് വളർത്തൽ, കോഴി വളർത്തൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. കോട്ടത്തറ ഫാം ആൻഡ് നഴ്സറി ഏകദേശം 20 വർഷത്തോളമായിട്ടുള്ള ഫാമാണ്. ഇത്രയും കാലയളവിലുള്ള എക്സ്പീരിയൻസ് പ്രകാരം നമുക്കറിയാവുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത്തരത്തിലുള്ള കൃഷി രീതിയിലേക്ക് കടന്നു വരിക. നല്ല രീതിയിൽ വളർത്തിയാൽ നല്ലൊരു സാമ്പത്തിക വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതെ, ഇതൊക്കെ നമ്മൾ പുതിയൊരു ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടുള്ള കുറച്ച് പുള്ളിക്കോഴികളാണ്. അതിൻ്റെ മുകളിൽ പേരൻറ്റ് സ്റ്റോക്ക് വേറെ ഉണ്ട്, മുന്നുള്ള വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് തരിക. താങ്ക് യു.